മതത്തെ സ്നേഹിച്ചാൽ മതമൂല്യങ്ങളെ അനുവാദനം ചെയ്ത് ജീവിച്ചാൽ അയാൾക്ക് നല്ലൊരു രാജ്യസ്നേഹിയാവാം. കാരണം മതം പഠിപ്പിക്കുന്നത് സ്വരാജ്യസ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നാണ്. നിന്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾ നീ പൂർണ്ണമായും നിറവേറ്റാതെ നീ ഒരു സത്യവിശ്വാസി ആകില്ല എന്നാണ് മതം അധ്യാപനം ചെയ്യുന്നത്. അതെല്ലാം ഉൾക്കൊണ്ട് കഴിയുന്ന ഒരു മുസ്ലിം ഈ രാജ്യത്തെയും ഇവിടുത്തെ ജനങ്ങളെയും സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നവരോടാണ് എനിക്ക് കുറച്ച് ദേഷ്യമുള്ളത്. കാരണം അവരൊക്കെ കപട രാജ്യസ്നേഹികൾ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് എന്ത് പറയാനാണ്? ഒരു തട്ടമിട്ട ഒരു കുട്ടിയോട് ചെന്നിട്ട് മതമാണോ വലുത്, മതസ്നേഹമാണോ വലുത് എന്ന് ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ആ വീഡിയോയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. തട്ടമിട്ട പെൺകുട്ടികളുടെ രാജ്യസ്നേഹം അളക്കാനായിട്ട് ഒരുപാട് ആളുകൾ മൈക്കും തൂക്കി ക്യാമറയും തൂക്കി വരുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ അവർ പറയുന്ന ഒരു മറുപടിയെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ എനിക്കെന്തോ അത് പ്രതികരിക്കണം തോന്നി. കാരണം ഇങ്ങനെയൊക്കെ ആ ഒരു തട്ടമിട്ട കുട്ടിയുടെ വായിൽ നിന്ന് ആ കുട്ടി പറയുന്ന വാക്കുകളെ വെച്ച് ഹൈപ്പ് ചെയ്ത് പിന്നെ വീഡിയോ ചെയ്താൽ ഹൈലൈറ്റ് ആവുമെന്ന് പറഞ്ഞ് നടക്കുന്നതുകൊണ്ടാണല്ലോ അവർ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ ഇടുകയാണ്. കാരണം ഉസ്താദിൻ്റെ ആ ഒരു ചാനലിൽ ഉസ്താദ് ഇട്ട ഒരു വീഡിയോ തന്നെയാണ്. അത് ഞാനിത് ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി മതസ്നേഹമാണ് എനിക്ക് നോക്കേണ്ടത്. ഞാൻ പ്രിയപ്പെട്ട കനകംപള്ളി അനൂപേട്ട, ആ ചെറിയ പെൺകുട്ടി നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. നിരപരാധിയായ പെൺകുട്ടിയുടെ ഉപ്പാനെ അടക്കം ചേർത്താണ് ഈ ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. ആ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങളുടെയൊക്കെ സംസ്കാരം ഇവിടെത്തി. പാകിസ്ഥാന്റെ ഒരു മിസൈൽ താത്തയുടെ അച്ഛന്റെ നാശിനി വീഴണം, എന്നാലേ അവൾക്ക് രാജ്യസ്നേഹം വരൂ. ഈ പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? ഒന്നിരിക്കും ഈ പെൺകുട്ടിക്ക് നിങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ പെങ്ങളുടെ പ്രായമല്ലോ ഉണ്ടാവും. ചെറിയ പെൺകുട്ടിയല്ലേ. അത് അതിന്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു. ആ മറുപടിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അനൂപേട്ടൻ അടക്കമുള്ള ആളുകൾക്ക് രാജ്യത്തോടുള്ള സ്നേഹം ഈ ജനിച്ചു വീണ മണ്ണായതുകൊണ്ടുള്ള കൂറാണോ? അല്ല. അങ്ങ് വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പൈതൃകം ഈ രാജ്യത്തുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ഭാരതം എന്ന് പറയാൻ. കാരണം നമ്മുടെ വിശ്വാസം, അതിന്റെ സംസ്കൃതിയും അതിന്റെ സംസ്കാരവും ഒക്കെ നിലകൊള്ളുന്നത് ഈ രാജ്യത്തായതുകൊണ്ടാണ്. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ എലമെന്റ് കൂടി ഇതിനകത്തുണ്ട്. എന്നാൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ പിറന്നു വീണ മണ്ണാണ്, അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവൻ ജനിച്ചു വീണ നാടിനോടും നാട്ടാരോടും ഒരു പൂർവ്വ പ്രതിബദ്ധതയൊക്കെ ഉണ്ടാകുക എന്നുള്ളത്. നോക്കൂ, നിങ്ങൾ സദാസമയം തലയിൽ തൊപ്പി വെച്ച് നടന്നാണ് അബുൽ കലാം ആസാദ്. മക്കത്താണ് അദ്ദേഹം ജനിച്ചത്. ഉമ്മാടെ വീട് മക്കത്ത്, പാപ്പാടെ വീട് ബംഗാളിലുമാണ്. ആ മക്കത്ത് നിന്ന് വന്ന വിശ്വാസിയായ മനുഷ്യൻ തന്റെ കൈപ്പട കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് കൈപ്പട കൊണ്ട് തർജിമാൽ ഖുർആന്റെ വിവർത്തനം എഴുതിയ ആളാണ്. വലിയ നിസ്കാരത്താഴ്മുണ്ട്, സദാസമയം തലയിൽ തൊപ്പിയുണ്ട്. ആ മനുഷ്യൻ സനാതന ധർമ്മിയായിരുന്ന മഹാത്മാഗാന്ധിജിയോടൊപ്പം തോളോട് തോള് ചേർന്ന് ഈ രാജ്യത്തിന്റെ സമര പോരാട്ടങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നു. നിരവധി തവണ ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടച്ചു. അതിനിഷ്ഠൂരമായി അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഏറ്റുവാങ്ങിയിട്ടും അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാചകം കൊണ്ട് അറിയോ? ഞാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതായും ഇന്ത്യക്കാരനാണ്. അതോടൊപ്പം ഞാനൊരു ഭാരതീയൻ, ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു. ഞാൻ എന്റെ രാജ്യത്തിന്റെ സംസ്കൃതിയിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞാണ് അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ വിശ്വാസം ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമര പോരാട്ടങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ഏതെങ്കിലും ഘട്ടത്തിൽ പിന്തിരിച്ചോ? ഇല്ല. എന്റെ വിശ്വാസത്തിന്റെ മാറ്റാണ്, അവിശ്വാസത്തിന്റെ വൈവിധ്യമാണ്, പവിത്രതയാണ് എനിക്ക് എന്റെ നാടിനോട് നാട്ടാരോട് കൂറുണ്ടാകുക എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയില്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര തലപ്പാവ് ധരിച്ചവരും എത്ര തൊപ്പി ധരിച്ചവരും താടിയുള്ളവരും ഉണ്ടായിരുന്നു, നീളക്കുപ്പായം ധരിച്ചവരുണ്ടായിരുന്നു. എന്നാൽ ഈ രാജ്യസ്നേഹം പറയുന്ന കടകംപള്ളി അനൂപിനോട് ഞാൻ ചോദിച്ചോട്ടെ, ഈ രാജ്യത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്തെല്ലാം സമര പോരാട്ടങ്ങൾ നടന്നു? ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്ന, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും നേതാക്കന്മാരുണ്ടായിരുന്നു? ഇല്ലെന്ന് മാത്രമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖമായിരുന്ന മഹാത്മാഗാന്ധിജിയുടെ നെഞ്ചകത്തേക്ക് നിറയൊഴിച്ചവൻ ഏത് പ്രസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ഒന്ന് ഭൂതകാല ചരിത്രം ഒന്ന് മറിച്ചു നോക്കും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ആരെയും രാജ്യസ്നേഹം പഠിപ്പിച്ചു വലത്താൻ വരല്ലേ? ഇത് നിങ്ങൾ ഈ പോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ വാപ്പാട ചുക്കാമണിക്ക് ഇത് പൊട്ടിക്കണമെന്ന് പറഞ്ഞല്ലോ. എടാ പൊന്നുമോനെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് 2025 എത്തിയപ്പോൾ നൂറുകണക്കിന് ആളുകളെ ഈ രാജ്യത്തിന്റെ രഹസ്യം പാകിസ്ഥാൻ ഒറ്റപ്പെടുത്ത ചാരന്മാരില്ലേ? കൂമർ നാരായണൻ മുതൽ ഇങ്ങോട്ട് കൊച്ചി കൽപ്പറ്റ സ്വദേശിയായ അഖിലടക്കമുള്ള ആളുകൾ, കഴിഞ്ഞ ആഴ്ച പിടിച്ച സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ, ആയുധ ഫാക്ടറി, ഇന്ത്യയുടെ മർമ്മപ്രധാനമായ ആയുധ ഫാക്ടറിയുടെ തലപ്പത്തിരിക്കുന്നവൻ പോലും ഈ രാജ്യത്തെ ഒറ്റപ്പെടുത്തില്ലേ? ഒരു കുപ്പി കള്ളിന് വേണ്ടിയും 5000 രൂപക്ക് വേണ്ടിയും പാക്
വനിതക്ക് ഇന്ത്യയിലെ രഹസ്യം ഒറ്റുകൊടുത്ത ചാരന്മാരില്ലേ, ഈ ചാരന്മാരുടെ പേര് 1 മുതൽ തലക്കെന്ന് വായിക്കണം. അതിൽ ഒരാൾ പോലും മുസൽമാനില്ല കേട്ടോ. താടി വെച്ചവനും തൊപ്പി ധരിച്ചവനും ഇല്ല. ഇന്ത്യക്കാരനായ ഒരു മുസൽമാനും അതിനകത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തട്ടമിട്ട ആളുകളുടെ അടുത്ത് തന്നെ ചെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം കേട്ടോ. കാരണം ആ കുട്ടി എന്താണോ പറയാൻ കാത്തിരിക്കുകയാണ്, ആ കുട്ടി എന്താ പറയണത്, ആ കുട്ടീൻ്റെ വായിൽ നിന്ന് എന്താ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഒരു ചർച്ചാ വിഷയവും പിന്നെ ഒന്നും അറിയാത്ത ആ കുട്ടിയുടെ വാപ്പാനെ വിളിച്ച് തെറി വിളിക്കലും അല്ലെങ്കിൽ കുടുംബക്കാരെ മൊത്തം തെറി വിളിക്കലും. ആ കുട്ടി മതമാണോ രാജ്യസ്നേഹമാണോ നല്ലതെന്ന് പറയുന്നത്, ആ മതമാണ് നല്ലത്, അല്ലെങ്കിൽ ആ ഒരു പിന്നെ മതത്തിൻ്റെ മതസ്നേഹമാണ് നല്ലത്. കാരണം ഒരു വ്യക്തി മതപരമായിട്ട് പഠിക്കുന്നത് അന്യ ആളുകളെ എന്താ പറയുക കഴുത്തറുത്ത് കൊല്ലുകയോ അല്ലെങ്കിൽ കുത്തിക്കൊല്ലുകയോ അങ്ങനെയല്ല. ആ ഒരു മതത്തിൽ എന്താണോ വൃത്തിയായിട്ട് അവർ പഠിപ്പിക്കുന്നത്, അന്യ ആളുകളെ നമ്മുടെ കൺമുന്നിൽ വരുന്ന ഏതൊരു സഹജീവികളെയും ജീവനുള്ള ആരെയും നമ്മൾ സ്നേഹിക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികളും അവരവരുടെ ആ ഒരു മതത്തിൽ എന്താണോ പറയുന്നത് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തീവ്രവാദികൾ ഉണ്ടാവില്ല. അങ്ങനെ നല്ലൊരു രാജ്യസ്നേഹം പടുത്തുയർത്താൻ കഴിയും. അതാണ് ആ കുട്ടി ഉദ്ദേശിച്ചത്. ആ കുട്ടീൻ്റെ ഒപ്പം തന്നെയാണ് ഞാനും ഉള്ളത്. ഇപ്പം എന്നോട് ചോദിച്ചാലും ഞാൻ എൻ്റെ മതസ്നേഹം തന്നെയാണ് പറയുക. കാരണം എൻ്റെ മതത്തിൽ മറ്റുള്ളവരെ കൊല്ലാനോ കുറ്റപ്പെടുത്താനോ പറയുന്നില്ല. അപ്പോൾ പിന്നെ അതൊരു രാജ്യസ്നേഹമായി അങ്ങനെയല്ലേ പോകേണ്ടത്. ഇതിപ്പോൾ ഭയങ്കര ഹൈപ്പ് രാജ്യസ്നേഹമാണെന്ന് പറയുമ്പോൾ അവൾക്ക് മതത്തിനോട് അത്ര വലിയ താല്പര്യമില്ല, അവൾ മതത്തിൽ നിന്ന് ചാടി എന്താ പറയുക രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ ന്യൂസ് വരിക. എന്തായാലും ആ കുട്ടി അതിനൊന്നും ഇടകൊടുത്തില്ല. പക്ഷേ ആ കുട്ടി പറയേണ്ട കാര്യം ചെടുക്കനെ പറഞ്ഞു എന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും കിട്ടേണ്ടവർക്ക് കിട്ടി, ഉസ്താദിൻ്റെ നിന്ന് കിട്ടേണ്ടവർക്ക് കിട്ടിയപ്പോൾ സമാധാനമായല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.